മണ്ണാർക്കാട്ട് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. MES കല്ലടി കോളേജ് SFI യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് MP ഓഡിറ്റോറിയത്തിൽ നടന്ന ഫ്രഷേഴ്സ് പാർട്ടിക്കിടെയാണ് വിദ്യാർത്ഥികൾ തമ്മിൽ വലിയ തോതിൽ സംഘർഷമുണ്ടായത്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളും 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികളിലെ ഗ്യാങ്ങും തമ്മിൽ സംഘർഷമുണ്ടാവുകയും പരിപാടി അലങ്കോലപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് ഒരു സംഘം ആളുകൾ 2ാം വർഷ വിദ്യാർത്ഥികൾ താമസിക്കുന്ന കുമരമ്പത്തൂർ പള്ളിക്കുന്ന് വിസാപടിയിലെ വാടക റൂം വാഹനങ്ങളിലെത്തി അടിച്ചു തകർക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ ഇന്ന് SFIയുടെ ഒരു ഫ്രഷ് ഡേ നടന്നിരുന്നു. മണ്ണാർക്കാട് MP ഓഡിറ്റോറിയത്തിലാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ചെറിയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവിടെ SFIയുടെ ടീമുകൾ തമ്മിൽ പ്രശ്നമുണ്ടാകുകയും അതിൻ്റെ ഭാഗമായി SFIയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള 2 വിദ്യാർത്ഥികൾ ഇവിടെ പള്ളിക്കുന്ന് വിസപ്പടിയിലുള്ള മുസ്തഫ എന്ന് പറഞ്ഞ ഒരു കളത്ത് മുസ്തഫാൻ്റെ ഒരു വീടിൻ്റെ അവിടെ വാടക താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒന്നര മാസത്തോളം കാലമായി പറഞ്ഞത് അവിടെ പ്രശ്നമുണ്ടാക്കിയ SFIയുടെ പേര് പറഞ്ഞും കൊണ്ട് തന്നെയാണ് ഇവിടെ വിസപ്പടിയിലേക്ക് വന്നിട്ടുള്ളത്. അവിടെ വന്നിട്ട് ഈ കുട്ടികളെ അന്വേഷിക്കുകയും ഈ കുട്ടികളെ കിട്ടാത്തത് കൊണ്ട് ഇവിടെ മുസ്തഫാൻ്റെ വീട്ടിൽ കയറി വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 1 ലക്ഷത്തോളം അദ്ദേഹത്തിന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ കയറി അവിടെ പൈപ്പുകൾ പൊട്ടിക്കുകയും അവിടെ ഫർണിച്ചറുകൾ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാകുന്ന അവരുടെ ഡ്രസ്സുകളൊക്കെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. എൻ്റെ വാർഡ് കൂടിയാണ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് ഇത് 17ാം വാർഡ് കൂടിയാണ്. ഇവിടെ വലിയ നല്ല സമാധാനത്തോടെ നടക്കുന്ന ഒരു സ്ഥലമാണ് പള്ളിക്കുന്നുള്ള പ്രദേശം. എന്നാൽ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന SFIയുടെ നമുക്കറിയാം വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. പക്ഷേ ഇവിടെ വലിയൊരു അക്രമം അഴിച്ചുവിടുന്ന രീതിയിലാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവിടെ വീഡിയോ ഉണ്ട്, നമ്മൾ കൃത്യമായ ക്ലിപ്പുണ്ട്. അതിൽ SFIയുടെ പുറത്തുള്ള നേതാക്കന്മാർ വന്ന് ഇവിടെ വന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. ഉച്ചക്ക് 3:30 മണിയോട് ഇവിടെ താമസിക്കുന്ന 2 പയ്യന്മാരെ തിരഞ്ഞിട്ട് ബൈക്കിലും കാറിലുമായിട്ട് ഒരു 20ഓളം ആളുകൾ വന്നിട്ട് അവരെ കിട്ടിയില്ല. ഇവിടെ അടിയുണ്ടാക്കുകയും നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളതൊക്കെയാണ്. ജനലൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, ഉള്ളിൽ ഫർണിച്ചറുകളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് 1 ലക്ഷം രൂപയോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കെട്ടിട ഉടമ കളത്തിൽ മുസ്തഫ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.